നമസ്കാരം. ബിഗ് ബോസ് ഇന്നലത്തെ 2 ദിവസത്തെ ഹോട്ടൽ ടാസ്കോട് കൂടി, അതായത് വളരെയധികം ഒരു തകിടം മറിഞ്ഞ ഒരു ബിഗ് ബോസ് ഹൗസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പലരുടെയും യഥാർത്ഥ മുഖം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അതേപോലെ തന്നെ റിയാസിനെ കൊണ്ടുവന്നതോടുകൂടി നെവീനുള്ള സപ്പോർട്ട് നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ഷിയാസ് വന്നതോടുകൂടി അനുമോളുടെ പാവ എറിഞ്ഞത് എന്തിനാണെന്ന് അനുമോൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതിൽ പിന്നെ അനുമോളുടെ മുഖം പ്രസന്നമായി കണ്ടിട്ടേയില്ല. എന്ത് അനുമോൾ ഫാൻസ് എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അനുമോളെ ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്നുകിൽ പ്രവീൺ പോയതിന്റെ സങ്കടമാണോന്ന് അറിയില്ല, പാവം പ്ലാച്ചി പോയതിന്റെ സങ്കടമാണോന്ന് അറിയില്ല, പുള്ളിക്കാർക്ക് ഇനിയും വെളിയിൽ നെഗറ്റീവ് ആണെന്നൊരു ഹിന്റാണ് പുള്ളിക്കാരൻ കൊടുത്തത് എന്നുള്ള സങ്കടമാണോന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം, കുറച്ച് പക്വത കാണിക്കുന്നുണ്ട് കാര്യങ്ങളിലൊക്കെ. വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോന്നിലും ഇടപെടുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ജിസേലിനോട് പോലും വളരെ എന്താ ജിസേൽ ഇത് മറ്റേ ആക്രോശിച്ചുകൊണ്ടിരുന്നത് ആ ടൂൺ വരെ മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതേപോലെ തന്നെ നെവിൻ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു കട്ടപ്പയുണ്ട്. അത് നമ്മുടെ ആദിലയാണ്. ആദിലയുടെ ശരിക്കുള്ള മുഖം ഇപ്പോഴും ഇന്നിപ്പോ രാവിലത്തെ ടാസ്കിൽ പോലും ആദില ആ മുതലാളിച്ചി എന്നുള്ള ആ ഇതിൽ നിന്ന് പുള്ളിക്കാരെ താഴെ ഇറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോഴും ഇങ്ങനെ അനീഷ് പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആദില ആൻഡ് ടീം, അതായത് അനീഷും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ജിസേലും ഒക്കെ ഉൾപ്പെടുന്ന ടീമാണ് ഫ്ലോർ ടീം. അവർക്ക് ഈ പറഞ്ഞ പോലെ ടാസ്ക് കൊടുത്തപ്പോൾ അനീഷിനോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അനീഷ് ശരിയാണ്, അവർ കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് അനീഷൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടതടവില്ലാതെ. സത്യം പറഞ്ഞാൽ 2-3 ദിവസത്തെ ഹോട്ടൽ ടാസ്ക് കൊണ്ട് എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ച പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആർക്കൊന്നും വയ്യ. അതുകൊണ്ടാണ് തോന്നുന്നു ഇന്നലെ ഒന്നും പട്ടി അങ്ങനെ കുറച്ചില്ല. കാരണം മിക്കവരും എല്ലായിടത്തും ഞാൻ ഉറക്കമായിരുന്നു. ബിഗ് ബോസിന് തന്നെ മനസ്സിലായി തോന്നുന്നു എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അവരൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുത്ത പോലെ എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. അപ്പൊ ആദില ഇപ്പോഴും അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം, ആദിലേക്ക് നല്ല നെഗറ്റീവാണ് വെളിയിൽ അടിക്കുന്നത്. കാരണം ആദിലയെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ആദിലയുടെ ശരിക്കുള്ള മുഖം പുറത്തു വന്നു എന്നുള്ളൊരു ധാരണയിലാണ്. അതായത് നൂറയുമായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതായത് ഇനിയിപ്പോൾ നീ ആരുടെ കാര്യം, നീ എൻ്റെ കാര്യവും ഞാൻ നിന്റെ കാര്യവും മാത്രം നോക്കി, അത് വേറെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ പോകണ്ട, ആരുടെയും കാര്യം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നൂറെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം നമുക്ക് മനസ്സിലാവും അതിൻ്റെ കണ്ണിങ് എന്ന് വെച്ചാൽ നമ്മുടെ അനുമോളോ അല്ലെങ്കിൽ ഈ ബിന്നിയോ ഒന്നും അല്ലാന്ന രീതിയിലാണ് ഇപ്പൊ ആദിലയുടെ പെരുമാറ്റം. അതുപോലെ ഇന്നലെ ബിന്നിയെ ചെരുപ്പെടുത്ത് അടിക്കാൻ തുടങ്ങുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആദില തന്നെ പറയുന്നു അതിന് ക്ഷമ ചോദിക്കണം എന്നൊക്കെ ബിന്നി ഇങ്ങനെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ റോളായാലും ഒരു മുതലാളിയൊന്നും ഒരു ചെരുപ്പടിച്ച ഒരാളെയും, അതായത് ഒരു ഷെഫിനെ ഒന്നും അടിക്കാൻ ചെല്ലുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ആദില തന്നെ പറഞ്ഞാണ്. സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടപ്പോൾ ഞാൻ കണ്ടില്ല, പക്ഷെ ഇപ്പം ആദില അത് പറയുന്നുണ്ട്. ഞാൻ ചെരുപ്പടിക്കാൻ എടുത്ത് അടിക്കാൻ തുടങ്ങുന്ന ഒരു സീൻ, അത് ഞാൻ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞ് ഒരു സംഭവം ഇപ്പം ഈ പറഞ്ഞ പോലെ ആദില ഇട്ടിട്ടുണ്ട്.